തൈലാഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് സിസ്റ്റർ തലയെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ എന്തോ ചങ്ങല പോലെ എൻ്റെ തലക്കിടന്ന് മുള്ളു വരുന്നു. കുറേ നേരത്തേക്ക് ഉണ്ടായിരുന്നു. സിസ്റ്റർ പ്രാർത്ഥന കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുട്ട് കുത്തി. 2 വർഷമായിട്ട് മുട്ടുകുത്തത്തില്ല. എനിക്ക് തൈലം പൂശി എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പോൾ തലയെ കിടന്നതിന് ചങ്ങല പോലെ എന്തോ ഇങ്ങനെ ഉരുണ്ട് താഴെ പോയി. എൻ്റെ പേര് എലിയാന. എനിക്കൊരു മാസമായി ഞാൻ വീണതാണ്. 2 കൈ കുത്തി വീണത്. അത് ഇവിടെ വന്നു കഴിഞ്ഞു. സിസ്റ്റർ ആദ്യം എനിക്ക് തൈലം തേച്ച് തന്നപ്പോഴും കുറവുണ്ടായിരുന്നു. എന്നാലും എനിക്കൊരു വിഷമമായിരുന്നു അത് പറയാൻ. ഇന്ന് എനിക്ക് പരിപൂർണമായിട്ട് ഓർമ്മയുണ്ട്. ഉറക്കമില്ലായിരുന്നു, അതും കിട്ടി. വേദന മാറി ഉറക്കം കിട്ടി, അത് സമാധാനമായി. കരങ്ങളടിച്ച് ചെയ്യണമെന്ന് പറയാം. നിങ്ങൾ ആ സൈഡിലോട്ട് മാറി. ഇടുക്കിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. എനിക്ക് 1 വർഷമായി അലർജി എന്ന രോഗം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് നിന്ന് 2 ദിവസം ഇരുന്നപ്പോൾ എനിക്ക് തുമ്മലും പനിയും കൂടി. ഞാൻ വിചാരിച്ച് എങ്ങനെ എഴുതിയാലും പൂർത്തിയാക്കും, അതിനുള്ള ഇത് കിട്ടത്തില്ലായിരിക്കും, റൂമിൽ പോയി കിടക്കേണ്ടി വരുമെന്ന്. പക്ഷേ കുമ്പസാരം കഴിഞ്ഞ് കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് എനിക്ക് എല്ലാം തുറന്നു വെച്ച് പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും സാധിച്ചു. കഴിഞ്ഞ ഇപ്പോഴത്തെ സ്തുതിപ്പിൻ്റെ സമയത്ത് എനിക്ക് വളരെയധികമായിട്ട് ഞാൻ ബന്ധനത്തിൽ നിൽക്കുന്നത് പോലെ ഒന്ന് സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ കൈവിരിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വലത്ത് കൈയിൽ എന്തോ ഒരു ബോൾ വന്ന് വീഴുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ എൻ്റെ കാലുകളിലെ ബന്ധനങ്ങൾ എടുത്ത് തുള്ളിച്ചാടി സ്തുതിക്കാൻ എനിക്ക് അവസരം പ്രഭാവനം പരിശുദ്ധാത്മാവ് തന്നെ അനുഗ്രഹിച്ചു. എല്ലാ കൃപകൾക്കും യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 2 ഹാലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ. ശക്തിയോടെ. എൻ്റെ പേര് സാലിമ. ചെത്തിപ്പുഴയിലാണ് വീട്. എനിക്കൊരു 35 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞു 3 പേരുടെ കശേരിക്കൾ, നട്ടലിൻ്റെ കശേരിക്കൾ അകന്നത് അടുത്തെന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, കുറച്ച് ഗുളികയുണ്ട്. ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ഒത്തിരിയേറെ ഉപദ്രവങ്ങളുണ്ട്. എന്നാലും വേദനയ്ക്കൊക്കെ ഒത്തിരി കുറവ്. സ്റ്റെപ്പ് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ സ്റ്റെപ്പ് ഒക്കെ സുഖമായിട്ട് കയറി. പിന്നെ കുറേ നാളായിട്ട് എനിക്ക് രാത്രി 1 മണി 2 മണിയാകാതെ കൊണ്ട് ഉറങ്ങാൻ പറ്റുകയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കിടക്കാത്ത കുഴപ്പമുള്ളൂ, ഞാൻ നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ ആർത്രൈറ്റിസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് മാറാനും നടുവിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാണ്. നടുവിൽ ഈശ്വർ സ്പർശിച്ചിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി അവിശ്വാസം ഉള്ളതുകൊണ്ടാണ് കുറഞ്ഞില്ല ചിന്തിക്കുന്നത്. എൻ്റെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈശോ ആ മേഖലയിൽ സൗഖ്യം തരുമോ? തരും. നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും. നല്ലപോലെ കരമടിച്ചിരിക്കുന്നെന്ന് പറയാറ്. യേശുസ്തോത്രം. യേശുവിനെ. എൻ്റെ പേര് ശാന്തി. ഇവിടെ ചങ്ങനാശ്ശേരി തന്നെയാണ് വീട്. എനിക്കൊരു 5-8 വർഷത്തിന് മുമ്പേ തൊട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു. സിസ്റ്റർ എണ്ണ പൂശി പ്രാർത്ഥിച്ചപ്പം നടുവിന് വേദന പോയി. പക്ഷേ അന്ന് ഞാനത് സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേറ്റില്ല. പിന്നെ 5.5 വർഷത്തിന് മേളായി ഞാൻ മുട്ടുകുത്തിയിട്ട്. 2 ദിവസമായിട്ട് ഞാൻ മാതാവിൻ്റെ നടയിലെ മുട്ടയെ വലിഞ്ഞു. അതിനുശേഷം ശരിക്കും എനിക്ക് മുട്ടുകുത്തി ആരാധനയ്ക്ക് നിൽക്കാനും കൊണ്ടയ്ക്കും വെള്ളക്കൊണ്ടയൊക്കെ ചെല്ലാനും ഒക്കെ ആയിട്ട് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. 5 വർഷമായി. അതായത് അവിടെ ഇവിടെ വരുന്നവരോട് ഞങ്ങൾ പറയാറുണ്ട്, അവിടെ മുട്ടുകുത്തിരുന്ന് നീന്തി ജപമാല ഇരിക്കും. ഒത്തിരിയേറെ അനുഗ്രഹം കർഷിച്ച് നമ്മൾ തരുന്നുണ്ട്. ഏറെ വ്യക്തികളോട് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നീന്തി പ്രാർത്ഥിക്കുമ്പോൾ മുട്ട തന്നെ നീന്തണം, കൈ കുത്താതെ. അപ്പോൾ ഒത്തിരി അനുഭവം. എത്ര ബെൽറ്റ് ഇട്ട് വയ്ക്കുന്നവരും ആ ബെൽറ്റ് കെട്ടഴിയും, അസ്വസ്ഥകൾ മാറും. അപ്പോൾ ആ ഒരു സൗഖ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ കരമടിച്ച് ചോദിക്കുന്നതെന്ന് പറയാറുണ്ട്. എൻ്റെ പേര് ഷാൻഡി. ഞാൻ നെടുങ്കണ്ടത്ത് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് കൈക്കും കാലിനും മുട്ടിനും എല്ലാം എനിക്ക് വേദനയായിരുന്നു. ഞാൻ മുട്ടയെക്കുറിച്ച് നിന്നിട്ടേ ഇല്ലായിരുന്നു. ഇന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മുട്ടിന് യാതൊരു കുഴപ്പമില്ല. എൻ്റെ ശരീരത്തിൻ്റെ വേദനകൾ മുഴുവനും മാറി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. സൗഖ്യം കൊടുക്കുന്നത് ആരാ? നമ്മളാണോ? അല്ല. സർവ്വസ്തുതി ആരാധനയും മഹത്വം ആർക്കാം? ഈശോയ്ക്ക് എന്ന് പറഞ്ഞേ. സകല സ്തുതി ആരാധനയും മഹത്വവും ഈശോയ്ക്ക്. പലതരം ഉയർത്തി ഉറക്കെ പറയാം. സകല സ്തുതി ആരാധനയും മഹത്വവും
ഈശോയ്ക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എടുത്ത് ഈശോയ്ക്ക് ഈശോയുടെ നാമത്തെ മാത്രം കൊടുക്കാം. സ്തോത്രം. എൻ്റെ പേര് സാലിമ. ഞാൻ കാവാലത്തുനിന്ന് വരുന്നു. രണ്ട് മുട്ടിന് വേദനയായിരുന്നു. മുട്ട് ഇടയും പിടിക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എൻ്റെ മുട്ടിൻ്റെ വേദന അതുപോലെ മാറി. മുട്ട് കുത്താൻ എത്ര വർഷമായി? എന്തോ എത്ര വർഷമായിട്ട് മുട്ടിന് വേദനയായിരുന്നു? കുറച്ച് നാളായി, 5-6 മാസമായി. 5-6 മാസമായിട്ട് മുട്ട് കുത്താൻ മേല, മുട്ടിന് വേദനയായിരുന്നു. ഇപ്പോഴൊരു പ്രശ്നവുമില്ല. ഇപ്പം വേദന നന്നായിട്ട് മാറി. വേദന മാറി മുട്ട് കുത്താൻ സാധിക്കുന്നുണ്ട്. ഈശോയെ സ്തോത്രം. കരമടിച്ച് ചോദിക്കുമെന്ന് പറയണം. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ മടശ്ശേരിയിൽ നിന്ന്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാലിന് രണ്ട് മുട്ടിലും വേദനയും നടുവേദനയും തലവേദനയും ആയിരുന്നു. ഈ കൈ എനിക്ക് പൊക്കത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം 2 ദിവസം സൂക്ഷിച്ച് പാലിച്ചപ്പോൾ എനിക്കത് മാറിക്കിട്ടി. ദൈവമേ സ്തോത്രം. കരം ഉയർത്താൻ ബുദ്ധിമുട്ട് ഒത്തിരി വർഷമായോ? കരം ഉയർത്താൻ ബുദ്ധിമുട്ട് ഒത്തിരി വർഷമായോ? കുറേ നാളുകളായിട്ട് കരം ഉയർത്താൻ പ്രയാസമായിരുന്നു. ആയിരുന്നു. നടുവേദനയോ? നടുവേദന കുറച്ച് നാളായി തുടങ്ങിയിട്ട്. കരം ഉയർത്തും. തലവേദനയോ? തലവേദനയും കരം ഉയർത്താനൊക്കെ ഉയർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാ രോഗവും, ശരീരത്തിലെ എല്ലാ രോഗവും മാറ്റി കൊടുത്തു. ഇപ്പം നല്ല സുഖമായി അല്ലേ? നല്ലോണം കരമടിച്ച് ചെയ്യുന്നത് പറയാം. അതിൽ അടുപ്പിച്ച് പിടിച്ചു. ഇന്നാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ധ്യാനത്തിന് വന്നിട്ട് ഇവിടെ വന്ന് തിരിച്ചു പറഞ്ഞിരിക്കുന്നു. ദൈവത്തെ വീണ്ടും ബന്ധിച്ചിട്ട് പോകാനായിരുന്നു. എനിക്ക് ദൈവം 2ാമത്തെ പ്രാവശ്യമാണ് എന്നെ ജീവിതത്തിൽ രക്ഷിക്കുന്നത്. എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. ഒരു 13ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങി. 13ാമത്തെ വയസ്സിൽ മദ്യപാനം പോകലി ആരംഭിച്ചതായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പ് ദൈവം മുറുക്കി അങ്ങ് പിടിച്ചു. എൻ്റെ ഈ സൈഡ് മുറുക്കി ബ്ലോക്കായി പോയി. എൻ്റെ 3 കുഞ്ഞു പിള്ളേരുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ഇടവേല വൈദ്യന്മാരും എൻ്റെ ഇടവേലയുള്ള സുഹൃത്തുക്കളും എല്ലാവരും പോയി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 6 മാസം കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് കൂലി വരെ 1.5 കാലം വരെ കൂലിപ്പണി എടുക്കുന്ന സമയം വരെ ദൈവത്തെ വിളിച്ചു എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ദൈവത്തിനെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മദ്യത്തിന് കഴിഞ്ഞാൽ ഒരു 5-6 മാസമായിട്ട് എൻ്റെ തലയ്ക്ക് വീണ്ടും വെട്ടിപ്പൊളിക്കുന്ന വേദനയുണ്ടായിരുന്നു. ഞാൻ അണക്കര ധ്യാനകേന്ദ്രത്തിൽ പോയി. തമ്പുരാൻ അവിടെ വെച്ച് കുറച്ചൊക്കെ ഒരു ആശ്വാസം തന്നു. അവിടുന്ന് വീണ്ടും ചാടി ഞാൻ മദ്യപിക്കാൻ പോവുകയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഇടവേല വികാരി അച്ഛനോട് എൻ്റെ ഭാര്യ ചെന്ന് പറഞ്ഞു, പക്ഷേ ആ രക്ഷയില്ല, മരുന്ന് മേടിക്കാൻ പോലും കാശുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ വീണ്ടും ആവർത്തിക്കുന്നു പറഞ്ഞപ്പോൾ അച്ഛനാണ് എന്നോട് പറഞ്ഞു, ഈ ധ്യാനകേന്ദ്രത്തിൽ പോകണം, ധ്യാനിക്കണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോകാനുള്ള എല്ലാ കരുതലോടുമാണ് വന്നത്. എന്തോ എൻ്റെ ഈശോയുടെ കൃപകൊണ്ട് എൻ്റെ ഭാര്യയുടെ ബുദ്ധിപരമായ കഴിവുകൊണ്ട് മാത്രം ധ്യാനം കൂടാൻ പറ്റി. പക്ഷേ എനിക്ക് ഈശ്വരൻ സത്യത്തിൽ ഈ 13 വയസ്സ് തൊട്ട് ഞാൻ ചെയ്ത പാപങ്ങൾ എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നെ എൻ്റെ ഈശ്വരൻ്റെ മുന്നിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയെങ്കിലും എൻ്റെ യേശുവിനെ അത് ജീവിക്കാനുള്ള ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നു. ഞാൻ ചെയ്യാത്ത തിന്മപ്രവർത്തികൾ ഒന്നും തന്നെയില്ല. തലയുടെ വേദന എല്ലാം മാറിയില്ലേ? എല്ലാം മാറി. മുമ്പാണെങ്കിൽ ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇവിടെ ആയിട്ട് ഞാൻ നല്ല ഒച്ച സൂക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. ഒരു മിഷൻ കൊണ്ട് എൻ്റെ ഇപ്പം തയ്ക്കുന്ന പോലെ അനുഭവം എനിക്ക്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ കുത്തി ഇരുന്നു. മിഷൻ കൊണ്ട് എൻ്റെ ഇവിടെ തയ്ച്ചെടുക്കുന്ന പോലെ നല്ലൊരു അനുഭവം ഉണ്ടായി. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ശ്വാസം വിടുമ്പോൾ അവിടെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദന നേരത്തെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഈ ഓപ്പറേഷൻ ചെയ്തതാണ്. തയ്ക്കുന്ന പോലെ ഹാർട്ട് സംബന്ധമായ എനിക്കുണ്ടായി. പക്ഷെ കുറച്ച് നേരത്തെ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഹൃദയം തുറന്ന് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ? അതായിരുന്നു സംഭവം. നേരത്തെ സാക്ഷ്യം പറയാൻ വിളിച്ചപ്പോൾ ഞാൻ അവിടെ മാറി ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു. അത് കാരണം വെച്ചാൽ എൻ്റെ ദൈവം എനിക്കിതുപോലെ തരുമെന്ന് എന്നെ ഇതുപോലെ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെയും നിങ്ങളോടെല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങളെല്ലാം വിളിച്ചിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി കുറച്ച് ദിവസം പ്രാർത്ഥിക്കും. ഞാൻ അടുത്ത മാസം ഇവിടെ വന്ന് വീണ്ടും ധ്യാനം കുടിക്കാമെന്ന് ഇന്ന്
കൗൺസിലിങ്ങിൽ ചെന്നപ്പോഴും ഞാൻ എത്തിക്കുകയാണ് എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ വരാം. കാരണം വെച്ചാൽ അതുവരെ ഇനി ആ പഴയ വഴികളിലേക്ക് സഞ്ചരിക്കാൻ എനിക്ക് ഇടയായിരിക്കും. കുറേ നാളുകളായിട്ട് തളർന്നു കിടന്ന ആളാണ്. ഓരോ ദിവസമെങ്കിലും പ്രാർത്ഥിക്കണം. ഞാൻ എല്ലാവരും യേശുവിനെ കരങ്ങളായിട്ട് ചേച്ചിക്കുന്നത് പറയാം. യേശുവെ സ്തുതി. എൻ്റെ പേര് ടോം. ഞാനെൻ്റെ അടുത്തുനിന്ന് വരുന്നത് 2 കിലോമീറ്റർ പുറത്തുനിന്ന് വരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ തവണയായിട്ട് ധ്യാനത്തിന് വരുന്നത്. ഒരു 10-12 വർഷമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നോക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോകാനായിട്ട്. എന്നാൽ എനിക്ക് എൻ്റേതായ ന്യായങ്ങളുണ്ട് ധ്യാനത്തിന് പോകാൻ. കരിസ്മാറ്റിക് സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡാൻസും പാട്ടും പരിപാടികളാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി എല്ലാ തവണ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറയുന്നു. അപ്പം ഞാൻ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത് പാർട്ടി കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിന് പോകുന്നതും ദൈവത്തിന് മുമ്പിൽ കിടന്ന് തുള്ളുന്നതായിട്ട് എന്താ ബന്ധമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. അപ്പം എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ അവർ പറയുമ്പോൾ എനിക്ക് എൻ്റെതായ ന്യായങ്ങളുണ്ട് പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ വരാതിരുന്നതിൻ്റെ കാരണം ഇന്ന് രാവിലെ നടന്ന് എപ്പോൾ പാട്ട് വെച്ചാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും തോന്നത്തില്ല. ഞാൻ അവിടെ നിന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യും, അല്ലാതെ അതിനെപ്പുറമൊന്നും പോകത്തില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആരാധനയ്ക്ക് തുടങ്ങിയ സമയത്ത് വേറെ ആരും കാണാത്തത് പറയാനുകൊണ്ട് ഞാൻ നേരെ എഴുന്നേറ്റ് വരായിരുന്നത്. ആരാധന തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് ഫുൾ മൂൺ ഡേയിൽ മുകളിലോട്ട് നോക്കുമ്പോൾ മൂണിന് ചുറ്റും കുറച്ച് കറുത്ത പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ ഉണ്ട്. അത് പറന്നു പോയി കഴിഞ്ഞതിന് ശേഷം വെള്ളം ഉടുപ്പിട്ട ഒരാൾ താഴെ നിന്ന് കുഞ്ഞിനെ എടുത്ത് പൊക്കി, മുഖം കാണാൻ പറ്റത്തില്ല, ഇവിടുന്ന് മുകളിലോട്ട് നല്ല വെളുപ്പം ഒന്നും കാണുന്നില്ല, അങ്ങനെ എടുത്ത് പൊക്കി എടുക്കുന്നത് കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഡാൻസ് ചെയ്തത് പാർട്ടികൾക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ ധ്യാനത്തിലൊന്നും ഡാൻസ് ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടായതിൻ്റെ കാരണം എന്നിൽ നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ അത് പറയാനായിട്ട് ഞാനിവിടെ വന്നത്. ആദ്യ ദിവസം വരാനതിൻ്റെ കാരണം ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് മാത്രമാണ് പ്രവേശിച്ചുള്ളത്. ഇപ്പോൾ കറുത്ത രൂപം എന്നതായിരുന്നു പിന്നീട് രൂപങ്ങൾ. അതായത് നമ്മൾ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയ അസ്വസ്ഥതകൾ ഭാരമൊക്കെയാണ്. ആ കറുത്ത പക്ഷിയാണ് ഇട്ട് വട്ടമിട്ട് നമ്മളെ എതിർ ചിന്ത. ധ്യാനത്തിന് പോയിരുന്നെങ്കിൽ അതിൻ്റെ തലേ രാത്രി കോളേജിൽ പോകാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ 3 പ്രാവശ്യം നടുവ് വീഴും. അതിന് മുമ്പ് തന്നെ എൻ്റെ നടുവിന് കഴുത്തിൻ്റെ പുറത്തിനും താഴത്തെ നടുവിനും എല്ലാം പ്രശ്നമുള്ള ആളായിരുന്നു. ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ മമ്മിയൊക്കെ പറഞ്ഞെങ്കിലും ആശുപത്രി പോയാൽ ധ്യാനത്തിന് വരുന്നു മുടങ്ങുന്ന ഓർത്തിട്ട് ഞാൻ ആശുപത്രിയിൽ പോകണ്ടെന്ന് വീട്ടിൽ തന്നെ ബുക്കൊക്കെ അയച്ചിട്ട് എന്നെ കൊണ്ട് ധ്യാനത്തിന് വരാൻ മമ്മിക്ക് പേടിയായിരുന്നു. പക്ഷേ ഈശോയ്ക്കാണ് എനിക്ക് മുടക്കാൻ പറ്റത്തില്ല എന്നുള്ള എന്തോ ഒരു ധൈര്യത്തിൽ ഈശോ എന്നെ സുഖപ്പെടുത്തുന്നുള്ള ധൈര്യത്തിൽ ഞങ്ങൾ വന്നു. ഇപ്പം ഞാൻ വന്നയാളല്ല, ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ച് വളരാനായിട്ട് എന്നെ തിരഞ്ഞെടുത്ത ഈശോയ്ക്ക് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.